ഹായ് എവരിവൺ, നമ്മളിപ്പോൾ അബോധയുടെ ഹെഡ് ഓഫീസിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അബോധയുടെ നെടുംതൂണായിട്ടുള്ള പ്ലേസ്മെന്റ്സ് റിലേറ്റഡ് നമുക്ക് കാണാൻ വേണ്ടിയാണ്. അതായത് ചീഫ് പ്ലേസ്മെന്റ് ഓഫീസറായിട്ടുള്ള ഷെഗിലായിട്ട് നമുക്ക് ജസ്റ്റ് നേരിട്ട് കാണുവാനും അവരെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയുകയും ചെയ്യാം, നേരിട്ട് കാണാൻ ചെയ്യാം. ഓക്കെ, കമോൺ. ഇപ്പൊ എൻ്റെ ഒപ്പം ഉള്ളത് അബോധയുടെ ചീഫ് പ്ലേസ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ഷെഗിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് അബോധയുടെ പ്ലേസ്മെന്റ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കാം. ഓൾസോ ഇദ്ദേഹം എൻ്റെ ഒരു ക്ലാസ്മേറ്റും കൂടി സുഹൃത്തും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് ഷെഗിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതാണ്. ഓക്കെ, അപ്പോൾ എത്ര നാളായി ഇപ്പോൾ ഷെഗിൽ ഇവിടെ ഒരു ചീഫ് പ്ലേസ്മെന്റ് ഓഫീസർ? ഇപ്പോൾ കറന്റ് ഒരു 1 year ആവുന്നു. 1 year ആവുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് പ്ലേസ്മെന്റ്സും കാര്യങ്ങളെല്ലാം? പ്ലേസ്മെന്റ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ അണ്ടറിൽ? നമുക്കിപ്പോൾ കറന്റ് ഓൾ ഇന്ത്യയിൽ 75+ പ്ലേസ്മെന്റ് സെൽസ് കറന്റ് വർക്കിംഗ് ആണ്. 75+. ഓക്കെ. അപ്പൊ എല്ലാവരും നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്? അതെ, ഞാൻ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ റീസെന്റ് നമ്മളിപ്പോ ഒരു ജോബ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജോബ് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു കോളേജിൽ. അത് ഭയങ്കര സക്സസ് ആയിരുന്നു സംഭവം. ഒരുപാട് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാമോ? അത് നമുക്ക് അബോധയിൽ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് ഡ്രൈവ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം അത് ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ സ്റ്റുഡൻസിന് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു ക്യാമ്പസ് ഡ്രൈവ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് അപ്പിയർ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഏതൊക്കെ ക്രൈറ്റീരിയ ഉള്ള സ്റ്റുഡൻസിനായിരിക്കും അത് അല്ലെങ്കിൽ ആ ഒരു ജോബ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ളത് നമുക്ക് അബോധയിലുള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്യാമ്പസ് ഡേ വെച്ചേക്കുന്നത്. അപ്പോൾ അത് March 4 നമുക്ക് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ക്യാമ്പസ് ഡേ നടത്തിയത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു 500 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ചെയ്ത് വെച്ചത്. ബട്ട് അത് ഗ്രാൻഡ് സക്സസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അബോധയിലുള്ള എല്ലാ ടീം മെമ്പേഴ്സും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കമ്പനീസിൻ്റെ ഒരു ടൈപ്പ് കൂടെ കൊണ്ട് മാത്രമാണ് ഇത്രയും ഗ്രാൻഡ് സക്സസ് ആയത് തന്നെ. ഓക്കെ, അപ്പൊ എത്രത്തോളം കമ്പനീസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു? നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ക്യാമ്പസ് ഡ്രൈവ് വെക്കുമ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഫസ്റ്റ് വെച്ചേക്കുന്ന ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രൈവാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രൈവാണ്. സോ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പസ് ഡ്രൈവാണ്. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു മിനിമം 15 കമ്പനീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് മോർ ദാൻ ഒരു 40+ കമ്പനീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഭയങ്കര ഒരു സക്സസ്ഫുൾ തന്നെയായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു സ്റ്റുഡൻറ്, ആ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ടും എങ്ങനെയൊക്കെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് ഒരു പ്ലേസ്മെന്റ്സിലോട്ട് നിങ്ങൾ? ഓക്കെ, ഇപ്പോൾ നമുക്ക് അബോധയിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കോമൺ ഡൗട്ടാണ് ലൈക്ക് അബോധയിൽ ജോബ് അഷ്വേർഡ് ആണോ എന്ന്. നമുക്ക് അഷ്വേർഡ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, നമുക്ക് 100% ജോബ് അസിസ്റ്റൻസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഇൻ്റർവ്യൂ വരെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും സ്റ്റുഡൻറ്റിനെ. നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാവുന്നത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കാലിബർ പോലെ ഇരിക്കും. പക്ഷെ എന്നാൽ തന്നെ മാക്സിമം അവർക്ക് ജോബിലേക്ക് കയറാനുള്ളൊരു ഈസി വേ ആയിട്ട് നമുക്കിപ്പോൾ പുതിയൊരു ഇംപ്ലിമെൻറ്റേഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജാപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേര് ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്നാണ്. അത് കാരണം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ എന്താ പറയുക ജോബിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നതായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് അബോധയിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിപ്പോൾ ഈസി ആയിട്ട് അവർക്ക് ഇത് ജാപ്പിലേക്ക് കയറണമെങ്കിൽ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ രീതിയിലുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അബോധയിൽ തന്നെ അവർക്ക് സ്റ്റുഡൻസിലേക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ജോബ് ഐഡീസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിജാസ് തന്നെ, റിജാസ് ഇപ്പോൾ ഒരു അബോധയിൽ സ്റ്റുഡൻ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ റിജാസിന് ഒരു ജോബ് വേണം ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് വേണം. ഇപ്പോൾ 2 ക്രൈറ്റീരിയ ഉണ്ട്, ജോബ് ആൻഡ് ഇന്റേൺഷിപ്പ്. ഇപ്പോൾ റിജാസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്ത ഒരു ക്രൈറ്റീരിയ വെച്ച് ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് വെച്ചിട്ട് ഒരു ജോബ് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ജോബിന് വേണ്ടി ഒരു ജോബ് ഐഡി ഉണ്ട്.
ഓക്കെ. ഇപ്പോൾ റിജാസിന് ഡയറക്റ്റ് ജോബായിട്ട് വേണം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിട്ട് വേണമെങ്കിലും റിജാസിന് ഈ പറഞ്ഞ ഏതെങ്കിലും ജോബ് ഐഡി വെച്ചിട്ട് ഡയറക്റ്റ് ജാപ്പ് എനിക്ക് തന്നെ ചൂസ്. അതെ അതെ അതെ. റിജാസിന് ഈസി ആയിട്ട് ലൊക്കേഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ കേരളത്തിന്റെ ഏതൊരു ഭാഗത്ത് നിന്നാണെങ്കിലും എനിക്ക് ആ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ഓൾ ഇന്ത്യയിൽ തന്നെ ചൂസ് ചെയ്യാം. അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എത്രത്തോളം കമ്പനീസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ട്? ഫോർ ദ ടൈം നമുക്കിപ്പോൾ ഒരു 450+ കമ്പനീസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കമ്പനീസ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളും? അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്ഫുൾ ആയത് എൻ്റെ ടീം തന്നെയാണ്. കാരണം അവരുടെ ഒരു ലൈക്ക് ഒരു വേ ഓഫ് മെത്തേഡ് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത് തന്നെ. അപ്പൊ എന്തായാലും ഇത്രയും എന്തായാലും സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഷക്കീൽ. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ പ്ലേസ്മെന്റ്സിനെ പറ്റിയുള്ള നമ്മുടെ സ്റ്റുഡൻസ്, ഒരുപാട് സ്റ്റുഡൻസിന് ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് എന്താ പറയാ ഡൗട്ട്സ് ഉണ്ടാകും എങ്ങനെയാണ് അബോധര പ്ലേസ്മെന്റ്സും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് അബോധര പ്ലേസ്മെന്റ്സിന്റെ ഇതൊരു സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷൻ നെക്സ്റ്റ് സെക്ഷൻ വരുന്നവരെ നമുക്ക് കാണാം. ബൈ.